സ്റ്റോറി ടൈം. ഒരു മരത്തിന് മുകളിലായി കുറേ കൊക്കുകൾ താമസിച്ചിരുന്നു. ആ മരത്തിന് താഴെയുള്ള മാളത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. കൊക്കുകളെല്ലാം ആ പാമ്പിനെ ഭയന്നാണ് അവിടെ താമസിച്ചിരുന്നത്. കൊക്കുകൾ തീറ്റ തേടി പോകുന്ന തക്കം നോക്കി പാമ്പ് അവരുടെ കൂട്ടിലുള്ള മുട്ടകളെല്ലാം തിന്നുമായിരുന്നു. ഒരു ദിവസം ഒരു കൊക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തടാകക്കരയിൽ ഇരുന്ന് കരയുകയായിരുന്നു. അത് ആ തടാകത്തിൽ താമസിക്കുന്ന ഒരു ഞണ്ട് കാണാനിടയായി. ഞണ്ട് കൊക്കിനോട് കാര്യം അന്വേഷിച്ചു. കൊക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കാര്യം ഞണ്ടിനോട് പറഞ്ഞു. കൊക്ക് ഞണ്ടിനോട് പാമ്പിനെ വകവരുത്താൻ എന്തെങ്കിലും ഉപായം പറഞ്ഞു തരുമോ എന്ന് അന്വേഷിച്ചു. ഞണ്ട് അല്പനേരം ആലോചിച്ചു. കൊക്കുകൾ ഞണ്ടുകളുടെ ശത്രുക്കളാണ്. കൊക്കുകളെ വകവരുത്താൻ ഇത് തന്നെ തക്കം. ഞണ്ട് മനസ്സിൽ വിചാരിച്ചു. ഞണ്ട് സങ്കടം നടിച്ചുകൊണ്ട് പറഞ്ഞു, പാമ്പുകളുടെ ശത്രുവാണല്ലോ കീരി. കീരി പാമ്പിനെ കണ്ടയുടനെ പിടിച്ചു കൊല്ലും. അതിനായി കീരിയുടെ മാളം മുതൽ പാമ്പിൻ്റെ പൊത്ത് വരെ മീനുകളെ വിതറുക. കീരി മീനുകളെ തിന്ന് പാമ്പിൻ്റെ മാളം വരെ എത്തുമ്പോൾ പാമ്പിനെ കാണും. അങ്ങനെ കീരി പാമ്പിനെയും കൊന്നോളും. കൊക്ക് ഞണ്ടിൻ്റെ ചതി മനസ്സിലാവാതെ അവന് നന്ദി പറഞ്ഞു. കൊക്ക് തടാകത്തിൽ നിന്നും കുറേ മീനുകളെ പിടിച്ച് കീരിയുടെ മാളം മുതൽ പാമ്പിൻ്റെ മാളം വരെ വിതറി. മാളത്തിൽ നിന്നും കീരി പുറത്തു വന്നപ്പോൾ കണ്ടത് മാളത്തിനു മുന്നിൽ മീനുകൾ കിടക്കുന്നു. കീരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കീരി കൊതിയോടെ മത്സ്യങ്ങളെ മുഴുവൻ തിന്നാൻ തുടങ്ങി. അങ്ങനെ തിന്ന് പാമ്പിൻ്റെ പൊത്തിനടുത്തെത്തി. അങ്ങനെ പാമ്പിനെ കീരി കണ്ടതും അവർ തമ്മിൽ നല്ല വഴക്കായി. ഒടുവിൽ കീരി പാമ്പിൻ്റെ കഥ കഴിക്കുകയും ചെയ്തു. അപ്പോഴാണ് മരത്തിൻ്റെ മുകളിലെ കൊക്കുകളുടെ കൂടുകൾ കീരി കണ്ടത്. കീരിക്ക് സന്തോഷമായി. പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ കീരി പതുങ്ങിച്ചെന്ന് കൊക്കുകളെയെല്ലാം ഓരോന്നോരോന്നായി പിടികൂടി തിന്നാൻ തുടങ്ങി. താമസിയാതെ കൊക്കുകളെയെല്ലാം കീരി കൊന്നു തിന്നു. ഇനിയും ഇതുപോലുള്ള കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.